സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാര്? നിന്റെ തന്ത. അതാര്? സിദ്ധോട്ടനായിരുന്നാ? ഞാൻ വിചാരിച്ച കിച്ചു ആയിരിക്കുമെന്ന്. അല്ല, നിങ്ങൾക്ക് നാണമില്ലേ സ്വന്തം തന്തയ്ക്ക് നിന്ന് ഇങ്ങനെ വിളിക്കാൻ? നാണം ഇല്ലടാ, ഇല്ല. എനിക്ക് ലേശമില്ല മോനെ ഇന്ദ്ര. അപ്പം നിനക്ക് ദിവസം കിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് തന്തയ്ക്ക് വിളി കിട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? നാണം ഇല്ലല്ലടാ, പോയി ചത്തൂടെ. ഞാൻ തന്തയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ നീ ഊഹിച്ചു അത് കിച്ചു ആയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവൻ നിന്നെ ഡെയിലി അത് വിളിക്കുന്നുണ്ടെന്നല്ലേ? ആര് പറഞ്ഞു? ഞാൻ ഫ്ലോയിലൊന്ന് അച്ചു എന്ന് ചോദിച്ചതാ, കിച്ചു ആയിപ്പോയി. അല്ല, ഈ പുറത്തുനിന്ന പത്രക്കാരൊക്കെ എൻ്റെ ഫാൻസിനെ കൊണ്ടൊന്നും എനിക്ക് ഇപ്പം നിവർത്തിയില്ല. എൻ്റെ പൊന്നു സിദ്ധു കേട്ടാ. പത്രക്കാരൊക്കെ പുറത്തു വരെ വന്നു. അവരെന്തോ AK ഗ്രൂപ്പിൻ്റെയും വസ്തുവിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. എന്താ സംഭവം എന്താ? ആഹാ, നിന്റെ ഫാൻസ് ആണല്ലോ പുറത്ത് നിൽക്കുന്നേക്ക്. നിനക്കങ്ങ് ചോദിച്ചുകൂടായിരുന്നു? അവൻ്റെ ഒരു ഫാൻസ്. എടാ മരങ്ങോടാ, ഇവിടെ മൊത്തം പ്രശ്നമാണ്. അതുപോലെ നീ അറിഞ്ഞോ? അപ്പോഴാണ് അവൻ്റെ ഫാൻസ്. നീ വല്ലതും ഓടന്ന് മൊഴിഞ്ഞായിരുന്നോ പത്രക്കാരടുത്ത്? ഇവിടെ എന്ത് പ്രശ്നം? ഞാൻ മെനങ്ങാന്ന് പോയപ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. അതോ അത്രല്ല ഞാനെന്ത് മൊഴിയാൻ? ഞാനൊന്നും മൊഴിഞ്ഞില്ല. ഹലോ, ഹായ് ഹായ് ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ട് കയറി വന്നു. എന്തുവാ പ്രശ്നം? എന്തുവാ AK ഗ്രൂപ്പിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? ഓഹ്, ഇവന്മാരെ കൊണ്ടൊരു സമാധാനമില്ലല്ലോ. ഏതാ നാശങ്ങള്? ഇതുവരെ കണ്ടുപിടിക്കാനും പറ്റിയില്ല. ആ, നന്നായി. എടാ, അധികം വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞൂടാ. അച്ഛനെ കുറച്ച് മുമ്പ് ദേവമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ പറയുന്ന കേട്ടു. പിന്നെ അച്ഛനും ഒരു AK ഗ്രൂപ്പ് എന്നും പറഞ്ഞോട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് റൂമിലോട്ട് കയറിപ്പോയാൽ കണ്ടു. മിക്കവാറും ഇപ്പം ദേവമ്മ വരും. അപ്പം അറിയാം എന്തൊക്കെയാണോ ആവോ. ദേവൻ തമ്പുരാന് മാത്രം അറിയാം. ഏതായാലും രണ്ടുപേരും കയ്യിൽ നിന്ന് പിടിവിട്ട് നിൽക്കുക.
ഇനിയിപ്പോൾ അറിയാം. അല്ല അപ്പം കിച്ചു ഒന്നും ഇവിടെ ഇല്ലേ? വേറെ ആരും കാണാനില്ലല്ലോ. അഗി ഇവിടെ? ഓ പൊന്നുമോനെ, നീ അഗിയെ തിരക്കി ബുദ്ധിമുട്ടണ്ട. നിനക്ക് ആരെ കാണേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കിച്ചുനല്ലേ? കിച്ചു ഇല്ല, രാവിലെ കോളേജിൽ പോകാനെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. പിന്നെ ബാക്കിയെല്ലാം പറയാൻ ഇറങ്ങിയിട്ടുണ്ട്, കോളേജിൽ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതേ കാശി വന്നല്ലോ. നാശങ്ങൾ പഴയതൊക്കെ വല്ലാതെ ഓർമ്മിക്കുന്നു. പുറത്തെന്താ മീഡിയ? എനിക്കാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ഇതുപോലൊരു മീഡിയ ആണല്ലോ ആ കാലമാടന്റെ തലയിൽ എന്നെ കൊണ്ട് കെട്ടിച്ച്. പക്ഷെ ആ കാലമാടൻ എന്റെ തലയെ കൊണ്ട് കെട്ടി വെച്ചത്. എന്താ പത്രക്കാരൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാന്ന്. ആ AK ഗ്രൂപ്പ് എന്തോ വീണ്ടും പണിയൊപ്പിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. അതുകൊട്ടെ. അല്ല കിച്ചുവിടെ? നീ എന്താ ഒറ്റയ്ക്ക്? കിച്ചുവോ? അതിന് കിച്ചുവും ആദമിച്ചാനും ആരും ഒന്ന് കോളേജിൽ വന്നില്ലല്ലോ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്മാരില്ലാത്ത തക്ക നോക്കി ആ മറ്റേ പഴയ റാഗിങ് പാർട്ടീസ് എന്നെ പിടിച്ച് റാഗിങ്ങും ചെയ്തു. എങ്ങനെയെങ്കിലുമൊക്കെ ഒരുവിധം ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഓർഡർ രക്ഷപ്പെട്ടത്. എന്റെ പൊന്നോ, അൺസൈക്കബിൾ മോനെ, അൺസൈക്കബിൾ. അവരാരും വന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോളേജിൽ. കട്ട ശോകം. തിന്നാൻ പോയപ്പോഴൊക്കെ ഞാൻ മാത്രം. അന്നം പോലും വന്നില്ല. നിനക്കൊക്കെ അറിയൂ തേണ്ടികളും. അല്ലെങ്കിൽ വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പോകത്തില്ലായിരുന്നല്ലോ. വെറുതെ മനുഷ്യ അവിടെ പോയി പോസ്റ്റ് അടിച്ചിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. രാവിലെ ആദ്യം ഇറങ്ങിയ സമയത്തിന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ കോളേജിൽ പോകുന്നെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ കിച്ചുവും നീ ഇറങ്ങിയപ്പോൾ നിന്റെ തൊട്ട് ഇറങ്ങിയായിരുന്നു. അല്ല, നീ എന്തിനാ പോസ്റ്റ് അടിക്കുന്നത്? നിന്റെ കൂടെ ഐശ്വര്യം ഉണ്ടല്ലോ. നിന്റെ ഐശ്വര്യം ഒന്നും വന്നില്ലേ? അവളെ കാര്യമൊന്നും പറയില്ല സിദ്ധേട്ടാ. അവള് വരുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോയത്. ഇന്നലെ ഞാൻ അവളോട് ലാസ്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചാ നീ നാളെ വരുമല്ലോ എന്ന്. ഇന്ന് ക്ലാസ്സിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ തിണ്ടി വരാത്തത്. എനിക്ക് നന്നായിട്ടറിയാം. അവള് നാളെ വരട്ടെ, അവളെ ഞാൻ പച്ചക്കിട്ട് കത്തിക്കുന്നുണ്ട്. അവള് വന്നില്ല, അതല്ലേ പറഞ്ഞ ഞാൻ പോസ്റ്റ് ആയിരുന്നു. പിന്നെ അവര് രണ്ടുപേരും ഇതങ്ങോട്ട് പോയി. അച്ചു ഹോസ്പിറ്റലിലേ പോയെ. അവൻ വരാനിപ്പോ രാത്രി 12 മണിയൊക്കെ ആവും. എമർജൻസി കേസ് ഉണ്ടെങ്കിൽ ഇന്ന് ഇനി അവനെ നോക്കേ വേണ്ട. അല്ല, അഗി എവിടെ പോയി? ഓഫീസിൽ പോയതാണോ? അഗി ഓഫീസിലാണ് പോയേ. ഇന്ന് എന്തോ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു ഓഫീസിലോട്ട് പോയത്. അവൻ പോണില്ലാന്നും പറഞ്ഞുകൊണ്ടിരുന്നതാ. അവന് ചെറുതായിട്ട് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നീ ഇല്ലാത്തതുകൊണ്ടും പിന്നെ അച്ഛനോട്ട് വയ്യാത്തതുകൊണ്ടൊക്കെ അവൻ ഇറങ്ങിപ്പോയത്. അവൻ വരേണ്ട സമയമായി. അവൻ നേരത്തെ വരും. ഇതേ വന്നല്ലോ. അതെന്തോടെ ഒരുമാതിരി തേഞ്ഞ ഏർപ്പാട്? ഇവന്മാർക്ക് ഇൻട്രോ കൊടുത്തിട്ട് നമുക്ക് മാത്രം പഞ്ച് മ്യൂസിക് ഇൻട്രോ ഒന്നും ഇല്ലല്ലോ. എടാ തണ്ടി, വെറുതെ വന്നിവിടെ നിന്നാ പോരാ, ചിക്കിലി ഇറക്കണം. ഞാൻ പൈസ കൊടുത്താ ഇൻട്രോ ഇടിപ്പിച്ചത്. യുനോ. അത് ശരിയാ, നിനക്ക് പൈസ കൊടുക്കണം. നമുക്കങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എടാ, നമ്മൾ ചുമ്മാ വന്നിങ്ങനെ സംസാരിച്ചാൽ മതി. നമ്മളല്ലെങ്കിൽ പവറുള്ള ആൾക്കാരെ. യുനോ കാശി. അല്ല, നീ ഇതെന്താ ഈ വഴി? ഫ്രണ്ട് വഴി എന്താ വരാത്തെ? ഞാൻ ഓഫീസിൽ നിന്നപ്പോഴേ ദേവച്ചൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞ് വീണ്ടും മുറ്റം മുഴുവൻ പത്രക്കാരാണ്. അതറിയാന്നുള്ളതുകൊണ്ട് ഞാൻ ബാക്കിൽ കാർ കൊണ്ടിട്ടിട്ട് അതുവഴി നടന്നു കയറി വന്നു. എനിക്ക് അമ്മമാരുടെ തലയിൽ ബായി കൊണ്ട് തല വെച്ച് കൊടുക്കാനായിട്ട്. ഇനിയിപ്പം ചോദ്യമായി പറച്ചിലായി. അല്ല, നീ എപ്പോ എത്തി? നീ ഫ്രണ്ട് വഴിയാണോ വന്നേ? അവൻ്റെ കാര്യം കോമഡിയാ. ഇപ്പം എത്തിയതേ ഉള്ളൂ. വന്നപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ പിടിച്ച് നിർത്തി വിശദീകരിച്ചുകൊണ്ടിരിക്കുക. എടാ, ഫ്രണ്ട് വഴി തന്നെ വന്ന വരക്ക നീ കാണുമായിരുന്നു. ഞാൻ ഈ ജനലിൽ നോക്കി ചിരിയായിരുന്നു. എന്തോ ഓസ്കാർ വാങ്ങിച്ചിട്ട് വരുമ്പോൾ എല്ലാവരെയും ഹായ് ഒക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ഒരു ടെറർ നോട്ടമുണ്ടായിരുന്നു. എൻ്റെ പൊന്നിന്ദ്ര, ഭസ്മമായിപ്പോയി.
സിദ്ധുടം ഉണ്ടായിരുന്നേ. ആ ആടാ, എന്താ പ്രശ്നം? AK ഗ്രൂപ്പ്സ് ഏതാണ്ടൊക്കെ ഈ സിദ്ധുടം പറഞ്ഞേ, എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഒന്ന് പറഞ്ഞേ, എന്താ ഇഷ്യൂ? എന്താ ഇഷ്യൂ? എന്താന്നൊക്കെ പറയാം. അച്ഛനൊന്നും വന്നില്ലേ? ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. കാശി, ആദമും കിച്ചു വന്നോ? എനിക്കറിയത്തില്ല വേട്ടവളിയമാരെ കുറിച്ച്. മനുഷ്യനിന്ന് കോളേജിൽ നിന്ന് തൊലി ഉരിഞ്ഞില്ലെന്നേ ഉള്ളൂ. അവന്മാരെന്റെ നിക്കറും കൂടെ ഊരിപ്പിച്ചിരുന്നെങ്കിൽ ഉള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നാളെ നോക്കിക്കോ, ആദമിച്ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മൂക്കിട്ട് ഇടിച്ചിടിച്ച് പഞ്ചറാക്കണം. അല്ലെങ്കിൽ അയാളെ കൊണ്ട് സമയത്തിന് എനിക്ക് ഒരു ഉപകാരമില്ല. തേണ്ടി ഞാൻ പോണു. അല്ലടാ, അല്ല, എവനെന്താ സിദ്ധുവിടെ പറ്റിയേ? അത് നിനക്ക് മനസ്സിലായില്ലേ? ഇന്ന് അവിടെ ആദമും ഉണ്ടായിരുന്നില്ല, കിച്ചും ഉണ്ടായിരുന്നില്ല. ആ തക്കത്തിന് അവനെ പഴയ പിള്ളേരെ ഏതാണ്ട് പോയി പിടിച്ച് റാഗിയെന്നാ പറയുന്നത്. അതിൻ്റെ ദേഷ്യവാ. ഇന്ന് രണ്ടിനും അവന്മാർ വരുമ്പോൾ കിട്ടിക്കോളൂ അവൻ്റെ ഇന്ന്. അല്ല, ഇപ്പോ ദേവം എപ്പോഴാ വരിക? എന്തോ അറിയില്ലടാ. ഓഫീസിൽ നിന്ന് ദേവച്ച വിളിച്ചവൻ പറഞ്ഞാൽ ദേവം വന്നോണ്ടിരിക്കുകയെന്നോ ഓൺ ദ വേ എന്നാ. എന്നാൽ എനിക്ക് മുമ്പ് ഇവിടെ എത്തേണ്ട സമയമായി. എവിടെയെങ്കിലും കയറുമോ ഇറങ്ങുമോ എല്ലാം ചെയ്താലേ ഇത്ര ലേറ്റ് ആവത്തുള്ളൂ. ഇപ്പം വരുമായിരിക്കും. അപ്പം ഇനി ദേവമ്മയുടെ താണ്ഡവം കാണാൻ സമയമായെന്നർത്ഥം. രാമൻ കൂടെ കാണും. അല്ല, എന്നാൽ ഈ ചെറുക്കന്മാർ മൂന്നും ഇതെവിടെ പോയെന്നാ? ഇനിയിപ്പോൾ അവന്മാരെ കാണാനില്ലാഞ്ഞിട്ടും ഇവിടെ ഇന്നിനിപ്പോൾ പുകിലായിരിക്കും. ഈ മൂന്നെണ്ണം കൂടെ കോളേജിലും ആശുപത്രിയിലാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അച്ഛനും ആശുപത്രി തന്നെയാണോ പോയത്? ദൈവം തമ്പുരാനറിയാം. എല്ലാം കൂടെ കാണാനായിട്ട് നമ്മൾ ഇത്രയും പേരും വീട്ടിലുണ്ട്. എല്ലാം നമ്മുടെ മണ്ടയ്ക്കായിരിക്കും ഇനി ദേവമ്മ വന്നിട്ട്. മിക്കവാറും കാശീനെ ഇന്ന് ഉത്തരത്തിൽ കെട്ടിത്തൂക്കേണ്ട അവസ്ഥയാവും. എന്റെ മോളെ, നീ ഒന്ന് അടങ്ങ്. എന്നിട്ട് സമാധാനത്തിൽ കാര്യം പറ. എന്തുവാ നീ ഇങ്ങനെ ചാടിക്കടിച്ച് തിന്നാനും ദേഷ്യം കാണിക്കാനും നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം കാണത്തുള്ളൂ. നീ സമാധാനപ്പെട്, എന്നിട്ട് കാര്യം പറ. അച്ഛാ, ഇത് എന്തറിഞ്ഞിട്ട് എന്നോട് സമാധാനപ്പെടാൻ പറയുന്നേ? എന്റെ ശിവേട്ടന്റെ അധ്വാനോ ആ കമ്പനി മൊത്തം. അതൊക്കെ ഇന്നലെ കയറി വന്ന രണ്ടേതോ പീറ ചെറുക്കന്മാർക്ക് ഒന്ന് തീറ എഴുതി കൊടുക്കാനാട്ടെ ഞാൻ അത്ര ഓരമ്പിട്ടോളൊന്നും അല്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് വിശാല മനസ്കതയുള്ളതും അല്ല. എനിക്ക് ദേഷ്യം വരുവാ. ദേവട്ട ഇതെന്തൊരു കഷ്ടമാ. പിന്നെ നമുക്കിനി ഒരു അവകാശം ഇല്ലെന്ന് പറഞ്ഞാ ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി. ഇനിയിപ്പോ 2-3 പ്രോജക്റ്റ് എടുത്തതിന് ശേഷമാണ് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ദേവു, റിലാക്സ്. നീ സമാധാനപ്പെടും. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഇതിപ്പോ കമ്പനി ചെറുക്കന്മാരും വിചാരിച്ച കാണത്തില്ല ഇതിപ്പോ ഇങ്ങനെ ആയി തീരുമെന്ന്. നീ അതുകൊണ്ട് ഒരു പൊടിക്കൊന്ന് അടങ്ങ്. നീ ഇവിടെ വന്നിങ്ങനെ ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും AK ഗ്രൂപ്പ്സിന്റെ മുതലാളിമാരായ 2 പിള്ളേരെ കാണാൻ ശ്രമിച്ചേ പറ്റൂ. എങ്ങനെ കാണാനാ ഏട്ടാ? വരുന്ന വഴിക്ക് ഞാൻ നോക്കിയതാ. ഞാൻ ഓൾറെഡി അവരെ കണ്ടുപിടിക്കാനായിട്ട് അന്ന് ഒരു ചെറുക്കനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനെ കാണാനായിട്ടാണ് ഞാൻ വരുന്ന വഴിക്ക് കയറിയത്. അവൻ പറയുന്ന ഒരു തുമ്പുമില്ലെന്നാ. ആകപ്പാട് അവരുടെ ഒരു PA മാത്രം അവർക്കറിയാം. അതും PA അല്ലെന്നാ തോന്നുന്നത്. ഒരു ചെറുക്കൻ, ഒരു ഋഷി. അവനെ കണ്ടിട്ട് ഒരു കാര്യമല്ല. ആ ചെറുക്കനാണെങ്കിൽ മൂക്കിന്റെ തുമ്പത്ത് അഹങ്കാരവും ജാടയും. പിന്നെ ഞാൻ ആരെ പോയി കാണാനാ? ഇനി അവന്മാരുടെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ ദാപത്തുള്ളൂ. അല്ലാതെ നമുക്കിനി ഒരു പ്രോജക്റ്റും എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭ്രാന്തെടുക്കുക. എവിടെ നിന്നാണോ അതിന്റെ മാരണങ്ങളെയൊക്കെ ആരാണോ ഉണ്ടാക്കി പടച്ചു വിടുന്നത്? അല്ല മോളെ, അതൊന്നെല്ലാം ശരിയായതായിരുന്നല്ലോ. അവരെല്ലാം തിരിച്ചു തന്നതായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? ദേവു, നീ അടങ്ങും. അച്ഛ തിരിച്ചു തന്നതൊക്കെ തന്നെയാ. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ആ പിള്ളേരും വിചാരിച്ച് കാണത്തില്ല. അല്ലെങ്കിൽ പിള്ളേരാണോ അതോ ഇനി നമ്മുടെ പ്രായത്തിലുള്ളവരാണോ ഒന്നും അറിയത്തില്ലല്ലോ. അവരും വിചാരിച്ച് കാണത്തില്ല ഇങ്ങനൊരു പ്രശ്നമാവുമെന്ന്. ഇതിപ്പോ ലീഗലി ഇപ്പോഴും അവരുടെ പേര് തന്നെയാണ് ഒഫീഷ്യലി കിടക്കുന്നത്, നമ്മുടെ കമ്പനിയും എവളുടെ കമ്പനിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ലീഗലി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിലോ അവർ ലീഗലി നമ്മുടേതല്ലാന്ന് ഉള്ള മുദ്രപത്രം അവരെഴുതി തരണം. അതിന് അവന്മാരെ നേരിട്ട് കണ്ടാലേ പറ്റത്തുള്ളൂ. പിന്നെ ഈ പ്രോപ്പർട്ടീസൊക്കെ ആരുടെ അവകാശ പേരിലാണോ ഇരിക്കുന്നത് അവരെല്ലാവരും ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യണം. അതായത് ശിവ ഗ്രൂപ്പ്സ് ആരുടെയൊക്കെ പേരിലാണോ ഇന്ദിര ഗ്രൂപ്പ്സ് ആരുടെയൊക്കെ പേരിലാണോ അവരെല്ലാവരും. അതിന് അവരും നമ്മളെ ഫാമിലി ആയിട്ടൊരു കൂടിക്കാഴ്ച വച്ചേ പറ്റൂ. അല്ലാതെ ഇതൊന്നും നടക്കാൻ പോണില്ല. പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് താഴെയുള്ള ആരെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് റിസ്ക്കാണ്. ഇതിപ്പോൾ നേരിട്ട് എല്ലാം പറഞ്ഞ് സംസാരിച്ച് തന്നെ തീർക്കണം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ മറ്റുള്ളവർ വെച്ച് അനുഭവിക്കാനായിട്ടല്ലല്ലോ, നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ.
അതുകൊണ്ട് ഇത് ലീഗലി എങ്ങനെയെങ്കിലും നമ്മുടെ പേരിലാക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ നമുക്ക് ഈ പറഞ്ഞ ഈ ഋഷിയെ കണ്ടാ പോരെ? അല്ലെങ്കിൽ നമുക്ക് തിരക്കാം. ഇതിപ്പം ആകെ പുലിവാലാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പോയ പ്രോജക്റ്റ് കാര്യം നടക്കത്തില്ലല്ലോ അച്ഛാ. അത് ഞാൻ പറയാനാ വന്നേ. ഈ പോക്കാണെങ്കിൽ ഒന്നും നടക്കത്തില്ല മോനെ. ആകെ മനുഷ്യൻ പെട്ട അവസ്ഥയാ. അവര് മുദ്രപത്രത്തിൽ എഴുതി തന്ന പേപ്പർ കൊണ്ട് കോർട്ടിൽ ഹാജരാക്കി വീണ്ടും പഴയതുപോലെ നമ്മുടെ പേരിലാക്കാതെ നമുക്ക് ഒരു പ്രോജക്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഇവളൊരു മീറ്റിങ്ങിന് പോയതാ. അവിടെ നിന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴേ ഇതൊക്കെ അറിയുന്നത്. പിന്നോട് ലീഗലി അഡ്വക്കേറ്റുമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നമായി കിടക്കുമെന്ന് അറിയുന്നത്. അവര് നമ്മുടെ കയ്യിൽ തന്നു, നമ്മുടെ മുദ്രപത്രവും തിരിച്ചു തന്നു. പക്ഷെ അവരെന്തോ രജിസ്റ്റർ ചെയ്തതോ എന്തോ മാറ്റിയില്ല, ലീഗലി മാറിയിട്ടില്ല എന്നർത്ഥം. അത് മാറ്റാൻ ഇനിയിപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സൈൻ ചെയ്യണം. അതിന് എതിർ സൈനായിട്ട് അവരും ചെയ്യണം. AK ഗ്രൂപ്പ്സ് അവരാരാ എന്താ എങ്ങനെയാ ഒന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യാനെന്നാ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. ദേവു, നീ സമാധാനപ്പെട്, നമുക്ക് കണ്ടുപിടിക്കാം. പിള്ളേരൊക്കെ നമ്മളോട് ഇല്ലേ? അതെ അമ്മ സമാധാനപ്പെട്, ഞങ്ങളുണ്ടല്ലോ അമ്മയുടെ കൂടെ എന്തിനും ഏതിനും. എങ്ങനെ നീ എന്റെ വായിന്നൊന്നും കേക്കരുത് കാശി. നീ ഒറ്റൊരുത്തം കാരണം എനിക്ക് തലവേദന. ഇതോ നിക്കുന്നു എന്തിനാ ഇതോ നിക്കുന്നു അഗി. അവർ രണ്ടുപേരും പോലെ നീ മുമ്പേ പഠിച്ച് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിലേ എനിക്ക് ഈ പാടില്ലായിരുന്നു. ഞാൻ ഏട്ടനെ പോലെ ഇത്തിരി സമാധാനത്തിൽ എവിടെയെങ്കിലും ഇരുന്നേനെ. ഇതിപ്പോ എനിക്ക് ആകെപ്പോടെ നിക്കക്കളിയില്ലാത്ത അവസ്ഥയാ. പിന്നെ ആരുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞേ? എവിടെ എവിടെ എന്റെ മക്കളെവിടെ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. എവിടെ കണ്ടോ? ഇവിടെ ഇല്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഇതേ നിൽക്കുന്ന ഒന്ന്. ഇതുവരെ അവൻ PG കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. തോറ്റങ്ങ് ഭൂമിയുടെ അടിയിൽ പോയി കിടക്കുക. ഇവൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തലവേദന വല്ലതും ഉണ്ടായിരുന്നോ? ഒരു ആവശ്യത്തിന് നോക്കി ഒറ്റ എണ്ണത്തിനെ കാണത്തില്ല. ചേട്ടന് പറയാനായിട്ടും മുമ്പ് നിർത്താനായിട്ട് ഈ രണ്ടെണ്ണമെങ്കിലും ഉണ്ട്. എനിക്ക് ശിവ ഗ്രൂപ്പ്സിന് മുമ്പേ നിർത്താൻ ആരാ ഉള്ളേ? ഒരുത്തിന് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു, അവൻ പോയി. വേറൊരുത്തൻ ശരിയാ, എന്റെ ചെറുക്കന് കുറേ നാൾ വയ്യായിരുന്നു. ഇപ്പൊ അവന് വല്ല ഗുരുവുണ്ടോ? അതുമില്ല. എന്നാ അവൻ വല്ലതിൽ ഇടപെടുമോ? അതുമില്ല. എപ്പോഴും അച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ പിറകെ തന്നെ നടക്കുക. ഇന്നിനിപ്പോ എങ്ങോട്ടാ ഇന്നലേക്കാണെന്തോ രണ്ടും കൂടി. എന്റെ ദേവുമോളെ നീ ഒന്ന് അടങ്ങ്. കാശി മോനെ, ആദമ്മ പിള്ളേരും കിച്ചു ഒന്ന് കോളേജിൽ വന്നില്ലേ? രാവിലെ ഇവിടുത്തെ കോളേജിൽ പോകാന്ന് പറഞ്ഞോണ്ടാണല്ലോ എന്റെ അടുത്ത് നിന്ന് ഇറങ്ങിയത് രണ്ടുപേരും. അങ്ങോട്ട് വന്നില്ലായിരുന്നു? അമ്മ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കളനാക്കുന്ന പരിപാടി എന്റെ അടുത്ത് കാണിക്കരുതേ. ആർക്ക് എന്ത് വന്നാലും ഇവിടെ എല്ലാവർക്കും മെക്കിട്ട് ഇറ ഞാൻ എടുത്ത് നിപ്പോണ്ടല്ലോ ബെരിയാടായിട്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്റെ മുത്തശ്ശൻ ഞാൻ അവരെ കോളേജിൽ നിന്ന് കണ്ടിട്ടില്ല. ഞാൻ രാവിലെ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് ഉമ്മാര് പിറകേന്ന് വരുന്ന ഞാൻ വിചാരിച്ച. കിച്ചുവിനെ വെയിറ്റ് ചെയ്താ ഞാൻ നിന്നപ്പോ അവിടെ കിച്ചു പോയിട്ട് അന്ന വന്നില്ല. എവിടെ എന്റെ കൊച്ചാനൊരുത്തുണ്ടല്ലോ, അങ്ങേര് വന്നില്ല. ലാസ്റ്റ് ഐഷുക്കെ വരാതെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പോയിട്ട് അവനെ മറ്റേ ചെറുക്കന്മാർ പിടിച്ച് റാഗം ചെയ്തു. എല്ലാം ഇവര് കാരണം. ഇവര് വന്നിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ വല്ല സംഭവിക്കായിരുന്നു. പിന്നെ PGയുടെ കാര്യം അമ്മ എന്നെ കൊണ്ട് ഒക്കുന്നതേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. PG ഞാൻ എടുക്കും. ഇപ്രാവശ്യം ഞാൻ PG എടുത്തിരിക്കും, ഉറപ്പാ. അതെ കുറെ നാളോട് നീ എടുത്ത് മലത്താണല്ലോ. നിക്കണോടെ കണ്ടോ അവന്റെ അഹങ്കാരം കണ്ടോ? ഞാൻ എന്തേലും പറഞ്ഞ അവൻ തീർത്ത് കേൾക്കത്തില്ലല്ലോ. ഇന്ദ്ര, കിച്ചു നിന്നെ വിളിച്ചോ? വിളിച്ചു കാണത്തില്ല, എനിക്കറിയാം. അച്ചു നിന്നെ വിളിച്ചോ അഗി? അതും കാണത്തില്ല. എനിക്കറിയത്തില്ല എവിടെ പോയി കിടക്കണോ എന്ന് തല നിറച്ചത് നിങ്ങള്. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ എല്ലാത്തിനും വച്ചിട്ടുണ്ട്. ദേവു ഡി, എവിടെയാണ് അവന്മാര് പോയി കിടക്കുന്നേ? നിനക്കൊക്കെ അറിയത്തില്ലേ നീയൊക്കെ കെട്ടിയിരുത്തിയിരിക്കുമാർ എവിടെ പോയി കിടക്കുന്നേന്ന്? കൂടെ ജീവിക്കുക പോലും. വിളിച്ച് നോക്ക എവിടെയാന്ന് വെച്ചാ. ഇത് കൊള്ളാം. ഇവര് പറയുന്ന കേട്ടോ നമ്മുടെ പോക്കറ്റിൽ അവരെപ്പോഴും കിടക്കുന്നേന്ന്. രാമേട്ടാ, നിങ്ങൾ കണ്ടായിരുന്നോ അവരെങ്ങോട്ടാ പോയെന്ന്? നിങ്ങളെ വിളിച്ചായിരുന്നു അവരാരെങ്കിലും? ഒരു ഉച്ചയ്ക്കായപ്പോ അച്ചു വിളിച്ചായിരുന്നു. അവനിന്ന് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അല്ലാണ്ട് വേറെ ആരും വിളിച്ചില്ല. കിച്ചുവിനെ ഞാൻ വിളിച്ചു, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആദമിനെ വിളിച്ചു, അവനും എടുക്കുന്നില്ല. പിന്നെ ഞാനിനി ആരെ വിളിക്കാനാ? പിന്നെ ദേവമ്മയോട് അച്ചു വിളിച്ച കാര്യം ഞാൻ പറഞ്ഞു. അന്നേരം ദേവമ്മ കുറച്ചുകൂടി ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ് ചെയ്തേ. പിന്നെ കുറച്ചു മുന്നേ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ചായിരുന്നു. അന്നേരം സ്വിച്ച് ഓഫാ. ഇനി നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും വൈകിട്ട് എത്തുന്നല്ലേ പറഞ്ഞേ. അപ്പൊ നോക്കാം. കിച്ചു ഇതെങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല.
നിങ്ങളും ദേവമ്മയും അച്ഛനും ഒക്കെ ടെൻഷൻ അടിക്കുന്ന വെറുതെയാണ്. നോക്കിയോ മുത്തശ്ശ, മൂന്നും കൂടി ഒരുമിച്ച് വീട്ടിൽ വന്ന് കയറും. മൂന്നും ഇപ്പോൾ എവിടെയാ ഒരുമിച്ച് പോക്കും വരവൊക്കെ ഉണ്ട്. അതെങ്ങനെയാ? മൂന്നും കൂടി ഇപ്പോൾ വിക്രമാദിത്യനും വേതാളങ്ങളും പോലെ അല്ലേ കൂട്ട്. മൂന്നും എവിടെ ഒരുമിച്ച് കാണും. നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വരെയും ചെയ്യും. അച്ചു വരുമ്പോൾ അച്ചുവിൻ്റെ കൂടെ ഈ രണ്ടെണ്ണവും കാണും. വെറുതെ ടെൻഷൻ അടിക്കുന്ന വെറുതെ ആവും. ഏതായാലും വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാം. അല്ലാണ്ടിപ്പോൾ എടുപടിയെന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ അവരെടുക്കാനും പോകുന്നില്ല, ഫോണും ഓഫായിരിക്കും. അവരായിട്ട് തന്നെ വരും. ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് പോകാനാ? അത് തന്നെ എനിക്കും പറയാനുള്ള. നിങ്ങൾ വെറുതെ അവന്മാരാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. കൊച്ചു പിള്ളേരൊന്നുമല്ലല്ലോ. പോയതുപോലെ വരാൻ അറിയാന്നുള്ള മക്കള് തന്നെ അവന്മാര് മൂന്നും എത്തിക്കോളും. നിങ്ങൾ ചെല്ലാൻ നോക്കും. ഈ പിള്ളേർ ഇതോടെ പോയി കിടക്കുക. സമയത്തിനൂടെ അല്ലെങ്കിൽ പിന്നെ അവളെ കുറ്റം മറ്റു കാര്യമുണ്ടോ? മൂന്നും വരുമ്പോ പെരുന്നാളായിരിക്കും ഏതായാലും. രാജു കളിക്കല്ലേ, നീ പാട്ടിട്ടെ. ഓ, നിങ്ങളുടെ ഒരു അച്ചു ഇതേ ആദമിച്ചായ കളിക്കല്ലേ. പാട്ട് കേൾക്കാൻ പറ്റിയ സിറ്റുവേഷനൊന്നുമല്ല. അകത്തുനിന്ന് അവർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? കാറിനകത്താണെങ്കിൽ 8 ലോകം പൊട്ടാൻ കണക്കിന് മ്യൂസിക് ഓണാക്കി ഇട്ടിട്ട് പോരായിട്ട് ചെവിക്കകത്തിട്ട് കുന്തറാണ്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്നെ എങ്ങനെ കേൾക്കാനാ? പാട്ടിടണ്ട, മിണ്ടാ അവിടെ ഇരുന്നേ. അപ്പം നീ അച്ചു അല്ലേ? നമ്മുടെ പ്ലാൻ അനുസരിച്ച് അകത്ത് പോകേണ്ട നീയാണല്ലോ. എന്നിട്ട് നീ എന്തോ ഇവിടെ ചെയ്യുന്നേ? അപ്പം അച്ചു ഇവിടെ? ഓ, ഞാനകത്തോട്ട് പോവാത്തോട്ടാ നിങ്ങൾക്ക് വിഷമം. കൊള്ളവാടുവാ. അതെ, പ്ലാൻ ഞാനും അവനും ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു. അച്ചു അകത്തോട്ട് പോയി, ഞാൻ ഇവിടെ ഇരിക്കും. എനിക്കിപ്പോൾ ഫൈറ്റ് ചെയ്യാനൊന്നും മൂടില്ല. അതുകൊണ്ട് പ്ലാൻ ചേഞ്ച് ചെയ്യാൻ ഞാൻ തന്നെ പറഞ്ഞേ. എനിക്ക് ഭയങ്കര മടിയാ. അല്ലാതെ കിച്ചുവിനോടുള്ള പേടിയുണ്ട് AK സാറ് താനേ പോയതല്ല. ഹയ്യടാ, നല്ല വളിച്ച കോമഡി. നീ പോടായരപ്പേ. ഞാൻ ഒറ്റയ്ക്ക് പോയാലും അവൻ ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. അതെ, നീ കണ്ടായിരുന്നല്ലോ അന്ന് അവനെ കുത്തി മലത്തിയത്. അതുപോലെ എനിക്ക് ചെയ്യാറുണ്ടായിരുന്നല്ല. പിന്നെ ഇപ്പം എനിക്ക് അതിനുള്ള മൂടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നേ ഉള്ളൂ. എന്റെ കർത്താവേ, ഒരു പാർട്ടി തുടങ്ങിയതാ. എന്റെ പൊന്നു കിച്ചു മോനെ, നീ തിമിണ്ടാതിരിക്കുക. ഋഷി, നീ ഇപ്പൊ കൂടി വരുവാണേ. ഏതായാലും മോനെ, നിന്റെ ഈ പുതിയ ഹെയർ സ്റ്റൈല് ഹെയർ കട്ടും ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് പണിയാ. അച്ചുവാണോ കിച്ചുവാണോ എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. മോന് പറ്റുവാണെങ്കിൽ ആ പണ്ടത്തെ പോലെ വെള്ളം മുടി തന്നെ ആക്കുന്നതായിരിക്കും നല്ലത്. ആണോ? അതലച്ചാനേ അച്ചു വരുമ്പോൾ അച്ഛനോട് നേരിട്ട് പറഞ്ഞോ. എനിക്കൊന്നും വയ്യ. അവൻ പറഞ്ഞിട്ടാ ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റിയത്. അവൻ പറഞ്ഞ് ഞാനെന്തോ പപ്പിക്കുട്ടിയെ പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് മാറ്റിയതാ. കുറച്ച് ബോൾഡ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാനും ടെററാന്നൊക്കെ ഇവിടെ ചിലർക്ക് സംശയമുണ്ട്. അതങ്ങ് തീർത്തു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് മാറ്റിയത്.
ഇത് കണ്ടിട്ട് നീ ബോൾഡായി. എൻ്റെ പൊന്നു കിച്ചു, നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നാൽ പോരായിരുന്നോ? മനുഷ്യനിപ്പം എടാ ഏതാ വല ഏതാന്ന് തിരിച്ചറിയാത്ത അവസ്ഥയായി. നീയായിരുന്നാ? നീ മിണ്ടായിരുന്നേ കിച്ചു? എനിക്ക് പാട്ട് കേൾക്കണം. എൻ്റെ ഡെഡ് പൂളിൻ്റെ പാട്ടാ. ഞാൻ നല്ലതായിട്ട് ആസ്വദിച്ച് വരുമായിരുന്നു. അപ്പോഴവൻ്റെ ഒരു കുത്തലി. ആദം സാർ ഇവിടെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഹെഡ് ലാസ്റ്റ് അവിടെ നിന്ന് AK സാർ വിളിക്കുമ്പോ കേക്കത്തുമില്ല. അന്നാമ നിങ്ങളെ വന്ന് ചവിട്ടി കൂട്ടും. എന്റെ പൊന്ന് സാറേ, സ്റ്റുഡന്റിന്റെ കൈ കൊണ്ട് ചാവുന്നത് ദാരുണമായ മരണമാണ്. അതിന് ഒരു പഞ്ചും കാണത്തില്ല. എടാ ഋഷി, ഞാൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, ഈ പാട്ട് കേൾക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഹൃദയം മുഴുവൻ അവിടെയാ. അവർ വിളിച്ചാലേ ഞാനിവിടെ നിന്ന് ഓടി ഓടി ചെല്ലും. നീ അല്ലെങ്കിൽ കണ്ടോ? നീ പാട്ടിട്ടകിച്ചു. ഈ പോക്കാണെങ്കിൽ ആ ഹൃദയത്തിന് ഏതാണ്ട് പണിയാവുന്ന കോള. അതിനൊരു ഡൗട്ടും ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ നേരമായി 3 പേരും. എത്ര കോള് വന്നാണോ എന്തോ. ഫോണ് മൊത്തം ഓഫല്ലേ, ഒന്നും അറിയണ്ട. ഓ എൻ്റെ പൊന്നലസിച്ചായ, ഇവിടെ അമ്മയ്ക്ക് പേറ്റ് വേദന അപ്പോഴാണ് നിങ്ങളുടെ അവിടെ പിറകെ ഇരുന്ന് ഗിത്താർ വായനല്ലേ? ഇത് മിണ്ടായിരിക്കുമോ? ആവശ്യമില്ലാത്ത കാര്യം പറയാതെ. കിച്ചു നീ പാട്ടിട്ടെ. ഓ അങ്ങേരും ഒലക്കര മുട്ടിലെ പാട്ട് എന്നാ കേട്ട് തോല. ദേ അച്ചു വിളിക്കുമ്പോൾ നിങ്ങൾ കയറി പോയില്ല എന്നുണ്ടെങ്കിൽ, അച്ചു അല്ലല്ലോ നിങ്ങൾ വിളിക്കുന്ന, അന്നാമ്മ വിളിക്കുമ്പോൾ നിങ്ങൾ കയറി പോയില്ല എന്നുണ്ടെങ്കിൽ അച്ചുവിൻ്റെ ഇത് നിങ്ങൾ ഇന്ന് ഇടി വാങ്ങും. ഞെരുക്കനെ ഇടി വാങ്ങും. ഓ ഡാ ചെറുക്ക, എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. 3 പേര് കേൾക്കാൻ ഞാൻ പറയാം. ഞാനിവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഹൃദയം അവിടെയാണ്. ഞാൻ കേൾക്കും, ഞാൻ പോവും. ഓക്കെ, ഗോട്ട് ഇറ്റ്? പ്ലേ ദി സോങ്. പോയില്ലെങ്കിൽ അവനല്ല, ഞാൻ നിങ്ങളെ ചവിട്ടി പേടിയിലാക്കും. നിങ്ങളൊരു സോങ്. എങ്ങോ കിടക്കുന്ന ഡെഡ് പൂള് കാരണം ബാക്കിയുള്ളവന് ചെവി കിട്ടൂടാ. Give me a second to give me a breath and a pick of this moment to show 'em an omen of death. And I'm blessing the 1 and the 8 and the 7th. And nobody less of the gradient inventor. A man is a bitch in the back of my whip and it's crashing inside of my cabin. I'm playing the tag and the pack is a crack and I'm playing. I go for the bottle, it's in my nostril. Anna, is everything is okay? Yeah, all okay. Then, shall we go? Yeah. जा झूठ तेरे इरादे हैं, जा शौक तूने जो पाले हैं, ना फितरतें हैं तेरी बेढंग, ना 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 अब न चल पाएगा तू संग, ना ना दिल ना लगाना झूठा है ये फसाना, आँखों में तेरी है जफा, जफा है जाओ दिल का हिसाब लगाओ, नजरों को ना यूं मिलाओ ना कोई वास्ता, झर हो खेल है ये गुलामी का नीयत तेरी बुरी, मेरे सोने मेरे
मेरे सोनिया किसे नाम तेनू मेरे सोनिया किसे नाम तेनू मेरे सोनिया आईने सारे हटा दो, नजर से खुद की बचा लो, कितना गिरोगे भला, ये जब जब जलेगा हीलों से तू भी उठेगा, आजा ये मेरा रहा, मासूम मासूम दिल से खेला खेला है तूने, अब ये मासूम न रहा, जाओ जुल्मों का हिसाब लगाओ, नजरों में मेरी न आओ, ना कोई वास्ता, उलझे रहो अकेले, गुलामी का नियत है तेरी बुरी, मेरे सोनिया किसे नाम तेनू मेरे सोनिया किसे नाम तेनू मेरे सोनिया किसे नाम तेनू मेरे सोनिया കർത്താവെ, അഭിനയിക്കാനും പറഞ്ഞു. ഓ ഷിറ്റ്, എൻ്റെ തല ഹെഡൊന്നുമില്ലായിരുന്ന ഡയലോഗ്. കുടിച്ച് കുറച്ച് ഓവറായിപ്പോ എന്ന് തോന്നുന്നു. ഹായ്. Don't worry, sweetheart. I will help you. Come on. Be ready. Our plan is running. Just hit me with the truth now. Girl, you're more than welcome to. ഹോ, വൈ കിച്ചു വൈ. കഴിഞ്ഞ ജന്മത്തിൽ വല്ല ഞാൻ നിൻ്റെ അവൻ്റെയും എടാ വന്ന് കിടന്നിട്ടുണ്ടോ ഫസ്റ്റ് നൈറ്റ് ചെയ്യുന്ന സമയത്തിന്? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം? എന്തിനാണ് നീ ഇടയ്ക്കിടയ്ക്ക് പാട്ട് ഓഫ് ആകുന്നത്? അങ്ങനെ വന്ന് കിടന്നിരുന്നെങ്കിൽ നിങ്ങൾ ഈ നേരം ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു. എൻ്റെ പൊന്ന് ആദമിച്ചായ, അതിനകത്തൊന്നും സൗണ്ട് കേട്ടല്ലോ തോന്നി. നിങ്ങൾ ഈ പാട്ട് വിട്ട് ഇപ്പുറത്തെ കാതിലും പാട്ട് വെച്ച് അപ്പുറത്തെ കാതിലും എയർപോഡ് ഓണാക്കാതെ വെച്ചിരുന്നാൽ എങ്ങനെ കേൾക്കാനാ? ആ എയർപോർട്ടിൽ എന്തോ സൗണ്ട് കേട്ട്, അത് അച്ഛൻ്റെ സൗണ്ടല്ലേ തോന്നിയേ. നിങ്ങളൊന്ന് നോക്കിക്കേ, ആരെങ്കിലും എന്തെങ്കിലും അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ടോന്ന്. ഓ ഗോഡ്, ആർ യു കിഡിങ് മീ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഞാനല്ലേ ആദ്യം കേൾക്കുള്ളൂ, എന്നിട്ടല്ലേ നീ കേൾക്കുള്ളൂ. ഇതിപ്പോൾ നീ കേട്ടിട്ട് ഞാൻ കേട്ട സ്ഥിതിക്ക് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നിൻ്റെ ഭ്രമമാണ്, വെറും തോന്നൽ. മനസ്സിലായോ? അടങ്ങി അവിടെ ഇരിക്കാൻ നോക്കൂ. നീ പാടട്ടെ. ബെസ്റ്റ്. എൻ്റെ ശബരിമല മുരുക, എന്തായാലും ഇങ്ങേരെ ഞാൻ സാർ തല്ലിക്കൊല്ലുന്ന കാണേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് നല്ലത്. എന്താന്ന് വെച്ചാൽ ആയിക്കോ, കിട്ടുമ്പോൾ എല്ലാം കൂടെ അങ്ങ് ഒത്തു വാങ്ങിച്ചാൽ മതി. ഓ തമ്പ്ര, ഞാനങ്ങ് വാങ്ങിച്ചോ. ഓ ബേബി. Yes, sweetheart. അങ്ങനെ നല്ല പാട്ട് പോയി. ഇതാണ് പാട്ട് മോനെ ഋഷി. എൻ്റെ അമ്പോ, രോമാഞ്ചിഫിക്കേഷൻ വരും, രോമാഞ്ചിഫിക്കേഷൻ. എന്ത് പാട്ടടാ ഇത്! ഈ പാട്ട് നിനക്ക് ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ നമ്മളെ ചെറുക്കന്മാർ തകർത്ത് വരിയില്ലേ? കർത്താവേ, അവിടെ എന്തോ ആയോ എന്തോ. ഇയർപോടെങ്കിലും എൻ്റെ തന്നിരുന്നെങ്കിൽ ഞാനെടുത്ത് ചെവിയിൽ വെച്ചേനെ. ആ പെങ്കുച്ച് വിളിച്ചാന്തോ, അതും അറിയാൻ പാങ്ങില്ല. സർപ്പുനെ വിളിച്ചോ, മേഘം കുടിച്ചോ, കളിച്ചാൻ പോരെ കറങ്ങാൻ പോണ്ട, നുറുക്ക പോയി ഞാൻ കീസയിലെടുത്തോ, മേഘം പാഞ്ഞ സബ്ബിരിക്കണ്ട, പന്തളിച്ചാലോ ഫൗളിച്ചാലോ, സെൻട്രൽ കളിച്ചാൽ മെയിനാവാലോ, പാളമ തൊട്ടാ വടക്കിന് വീശും വൈകുന്നാത്ത പച്ചളല്ലേ, തച്ചിട്ടല്ലേ, കുട്ടികളല്ലേ, മോന്തനായി വയറമുഖത്തും കഴിച്ചില്ലട്ടോ, കളിച്ചാൻ പിന്നെ കാണില്ലട്ടോ, ജില്ലെങ്കിൽ പിന്നെ കാച്ചിവലി കാലുമുറി പച്ചല് ബീച്ചിൽ ഇഞ്ചിൽ കളിച്ചിന് കുഞ്ചോ
പകരം വലിപ്പം വീഴുന്ന അജിരവേഗം സൂസും മണിവാസി ഫൗളിൽ ഗെയിമിന് കളിക്കുമ്പോൾ ഗമനമല്ല നമ്മുടെ അബ്ബാസ് ബസ്സിൽ പതുക്കനെ വരമ്പത്ത് കയറി എന്റെ ജേസിന്റെ സൗസർ ബലങ്ങനെ കയറി തടയിടാൻ ആരാണ്ട കളത്തിൽ കയറി എന്റെ ചെവി ലോക്കടാ കാറിന്റെ ലോക്കടാ അവളോടൊന്ന് വിളിക്കുന്നു ലോക്ക് അവിടെ ഏപ്പരാജി ഇത് എന്റെ ഫ്രണ്ടിന് വല്ലതും പറ്റിയ തന്നെ ഞാൻ കൊല്ലണോ അയാളെ ചെവിയിൽ കുന്ത്രാടം വെച്ച് ഇതിനകത്ത് ഉറക്ക പാട്ട് വിട്ടിരുന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നു മോങ്ങത്തലേൻ അന്നേരം ഞാൻ പോയാൽ മതിയായിരുന്നു. ഇനി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാമല്ലോ. രണ്ടുപേരും കണക്കായിരുന്നു കുറച്ചു മുന്നേ. പാവം അവള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നല്ലോ അറിയത്തില്ല. ഒരു മാടനെയാ അവക്ക് അടിക്കാനായിട്ട് അച്ചു കൊടുത്തേക്കുന്ന. എന്തൊക്കെ അറിയാമെന്തോ. ഈ പുലിന്റെ സ്വിച്ച് അവിടെ കോപ്പ് പാടത്ത് കളിച്ചൊന്റെ താളത്തിലാട്ടും പന്തിന്റെ ചുറ്റും ബൂട്ടിന്റെ വാട്ടം കണ്ണോണ്ടും തൊള്ളോണ്ടും തല്ലോണ്ടും കുത്തും ഫസ്റ്റ്ക്ക് നോക്കിയിട്ട് സെക്കൻഡ്ക്ക് ചിപ്പും വെച്ചോ വെച്ചോ ഒന്നൂടി വെച്ചോ മൂക്കുത്തി വീണാലും കജ്ജുത്തി നീച്ചും മാനത്ത് നോക്കിയിട്ട് ഇമ്മാരി മൂർക്കും ഒന്നിട്ട് താഴെ ചെങ്ങീറ്റുണ്ട് ഒറ്റപ്പുതൽ ചേർത്ത് താഴെ പാസടാ. Can we fuck now? Come on, sweetheart. Let's see how it sits. Wow, come on. നീ എന്തുവാടി അവൻ്റെ മണ്ടയിരുന്ന് കാണിക്കുന്നേ? ലൈറ്റൊക്കെ ഓഫാക്കി ഇട്ടിട്ട്. ഈസ് എവറിത്തിങ് ഈസ് ഓവർ ഓർ എനിക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? വന്നോ തന്നെ പൊലയാടി സാറേ, തൻ്റെ സാറായിപ്പോയി. ഇല്ലെങ്കിൽ കോപ്പുരൻ മനുഷ്യരെ കൊന്നീ മയില്. നീയായിട്ട് കൊല്ലുന്നോ സാറായിട്ട് കൊല്ലുന്നോ അതോ സ്റ്റുഡൻ്റായിട്ട് കൊല്ലണോ? നിന്റെ ദേഷ്യം സ്വാഭാവികമാണ് കുഞ്ഞാടെ. അതുകൊണ്ട് ഇത്രയും നേരത്തെ നിന്റെ അധ്വാനമല്ലേ, നീ തന്നെ ചാമ്പിക്കോ. ഞാൻ പുറത്താണ്, വന്നാൽ മതി. അല്ല, അച്ചു അവിടെ അല്ലേ, പബ്ബിൽ അകത്ത് അവിടെ ഉണ്ട്. ഇപ്പം അവിടെ ഏകദേശം തുടങ്ങി കാണും. ഓക്കെ, ദെൻ യു കണ്ടിന്യൂ യുവർ ബ്രൂട്ടസി ബ്രൂട്ടോസിയ ബ്രൂട്ടോഫിയ. ബൈ. പൊന്ന തായോളികളെ, നിനക്കൊന്നും അറിയില്ല ഈ അങ്കിത് ശിവപ്രസാദിനെ. ഇന്നും ഇന്നലെ ഇവിടെ കിടന്ന് ഊമ്പാൻ തുടങ്ങിയതല്ല, വർഷം കുറേ ആയി. എനിക്ക് ടാട്ടാൻ വരുമ്പോൾ നട്ടൽ നേരെയാണോ നിൽക്കുന്നേ അല്ലേന്ന് നോക്കിയിട്ട് മതി നിൻ്റെയൊക്കെ ഊമ്പൽ കേട്ടോ. ക്ലിയർ ചെയ്യടാ. നീ ഓക്കെ അല്ലേ അമ്മ? വാ ഒരു അമ്മയുടെ തടയൽ. ഇനി ഞാൻ കയറ്റുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പകുതിക്ക് തടഞ്ഞെന്നോ അല്ലെങ്കിൽ അത് കാണാതായെന്നോ ഞാൻ അറിഞ്ഞ നിൻ്റെയൊക്കെ കുടുംബത്ത് കയറി ഞാൻ പണിയും. നിനക്കൊന്നും അറിയത്തില്ല എന്നെ. പോയി തിരക്കട മയിലുകളെ. പോയി തിരക്ക്. വാ. ഇതിനൊരു കുറവില്ല, സാറാണ് പോലും സാറ്. I'm not pretending, only
അതുപോലെ തന്നെ കിട്ടിയാ? അവിടെ നോക്കട്ടെ. ഈ സൈഡിലോട്ട് വെച്ചെടുക്കുക. അതെന്തായിരുന്നു ഋഷി? ഇത്തിരി കഷ്ടം. ഓ എന്റെ പൊന്നെ കിച്ചു, ഈ ക്ലാരിറ്റിയിലും ഈ പാർക്കിങ്ങിലും വെച്ചൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. ഇനി ഇതിനും നല്ല ഹോട്ടായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് സെറ്റ് ഇടാം, അതിനേ പറ്റത്തുള്ളൂ. ഇതിനെ പറയുന്ന അമ്മയ്ക്ക് പേറ്റ് വീണ മക്കൾക്ക് വീണ വായന. ടിക്ടോക്ക് എടുപ്പൊക്കെ കഴിഞ്ഞെങ്കിൽ വാ പോവാം. ഇതാരെ പോണോ? അലസിച്ചാ ഫോണിന്നാ എനിക്ക് സെൻഡ് ചെയ്യണേ. അതെ, നിങ്ങളിങ്ങനെ ഇടിയും ചോരയും വെട്ടും കുത്തുവാരും നടന്നോ? അമ്മ വിളിച്ചിരുന്നു വീട്ടിൽ നിന്ന്. അവിടെ മൊത്തം കലിപ്പാന്നാ പറഞ്ഞേ. അമ്മയാ? എന്തിന്? പിന്നെ ഇതൊക്കെ ചെയ്യുന്നവർ മാത്രമല്ല, ഇതിന് കൂട്ടിയിരിക്കുന്നവന്മാർ അത്ര പുണ്യാളന്മാരൊന്നുമല്ല, നിന്നെപ്പോലെയുള്ളതൊക്കെ കേട്ടോ. അച്ചു തമാശ അല്ല കേട്ടോ. ഞാൻ ഈ ടിക്ടോക്ക് എടുക്കാൻ വേണ്ടി ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ അമ്മയുടെ കോളാണ് വന്നത്. എത്ര പേരെന്നറിയും വിളിച്ചിരിക്കുന്നത്? അഗിയേട്ടൻ, ഇന്ദ്ര, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കാശിയേട്ടൻ ഒരു 1500 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. AK ഗ്രൂപ്പ്സ് കാരണം അമ്മയ്ക്ക് സമാധാനം ഇല്ലെന്നോ ഏതാണ്ടൊക്കെ അമ്മ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ചെല്ലണമെന്നും നാളെ എന്തോ ശിവ ഗ്രൂപ്പ്സിൻ്റെ ഓഫീസിലെന്തോ മീറ്റിംഗ് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞേ. ആ ഇതായിരുന്നോ? അതേ വണ്ടിയിട്. അല്ല അങ്കി, സംഭവം നീ വിചാരിക്കും പോലെ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പ്രോപ്പർട്ടീസ് ഒന്നും ലീഗലി അവരുടെ പേരിലായിട്ടില്ല. ഗവൺമെന്റ് രജിസ്ട്രേഷനിൽ ഇപ്പോഴും AK കമ്പനിയുടെ കീഴിൽ തന്നെയാണ് ശിവ ഗ്രൂപ്പ്സും ഇന്ദ്ര ഗ്രൂപ്പ്സും വരുന്നത്. ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ച് തിരക്കി. അപ്പോഴാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. വീട്ടിലെല്ലാവരും വമ്പ സീനായിരിക്കും. നീ ഒന്ന് എന്ത് തീരുമാനം എടുക്കുന്നെങ്കിലും ആലോചിച്ചിട്ട് തീരുമാനിക്കുന്ന നല്ലതായിരിക്കും. ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഈ ഗവൺമെന്റ് ഉണ്ടാക്കി തന്നിട്ടല്ലോ നമ്മൾ ഇത്ര ഉണ്ടാക്കിയത്. നോക്കാഴ്ചയാ വണ്ടി ഇടാമേ. പിന്നെ എൻ്റെ അമ്മയല്ലേ, അല്ലാതെ പുറത്തുനിന്ന് ചിരയ്ക്കാൻ വന്ന ഒരുത്തനല്ലോ. എനിക്കറിയാം. കയറ്. വാട്ട് എ വണ്ടർഫുൾ മൂമെന്റ്. അമ്മയ്ക്ക് വരെ മക്കള് തന്നെ. മക്കളെ കമ്പനി കാരണം അമ്മയ്ക്ക് സമാധാനമല്ല.